ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് സൺഡേയിലത്തെ പിന്നെ മൺഡേ ഈ 2 ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ശനിയാഴ്ച വീട്ടിലേക്ക് പോയായിരുന്നല്ലോ അതിരമ്പുഴയ്ക്ക്. അപ്പം അവിടെ ഞായറാഴ്ചയാണ് കുടുംബയോഗം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയതാണ്. അപ്പോൾ അവിടുത്തെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളും പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങളുമാണ് കേട്ടോ. ഇത് കുടുംബയോഗത്തിന് ഞാൻ കെട്ടിയൊരു മാലയാണ്. ശംഖുപുഷ്പം, ചെത്തിപ്പൂ, നന്ദിയാർവട്ടം, തുളസിയിലേക്ക് വെച്ചിട്ട് ഒരു മാലയൊക്കെ കെട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാല കെട്ടാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുടുംബയോഗം പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് അമ്മ കുറച്ച് ചെടിയൊക്കെ തന്നു വിട്ടായിരുന്നു. അരേളിയ, ബോർഡർ ഗ്രാസൊക്കെ അത് കുറച്ച് കൊണ്ടുപോന്നു. ഇത്രയും മതി എന്ന് പറഞ്ഞ് ഇനി എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ഇത്രയേ കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് വെക്കണം. അപ്പം സൺഡേ വൈകുന്നേരമാണേ വന്നത്. അന്നേരത്തേന് ചെടിയൊക്കെ ഒന്ന് വെച്ചിട്ട് പിന്നെ അധിക സമയം മുറ്റത്ത് ബാക്കി ചെടികളുടെ കൂടെ ഒന്നും നിൽക്കാനുള്ള സമയം കിട്ടിയില്ല. സന്ധ്യയായിരുന്നു കേട്ടോ. അപ്പോൾ 1-2 ചട്ടിയും പിന്നെ ഐസ്ക്രീമിൻ്റെ ടിന്നും അങ്ങനെ ഏതൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ തൽക്കാലം അതിനകത്ത് വെച്ച് അത് പിടിപ്പിക്കാം, എന്നിട്ട് പിന്നെ നമുക്ക് മാറ്റി നടാമെന്ന് വെച്ചു. സന്ധ്യയായപ്പോൾ നല്ല പൂർണ്ണചന്ദ്രനായിട്ട് കാണാൻ കേട്ടോ. അതൊക്കെയൊന്ന് വീഡിയോ എടുത്തു. തിങ്കളാഴ്ച രാവിലെ തൊട്ടുള്ള വീഡിയോസാണ് ഇനി കാണുന്നത്. കാനവാഴയിലൊക്കെ പൂ വിരിഞ്ഞിട്ടുണ്ട്. മഞ്ഞ കളറിലെ മഞ്ഞയും റെഡും ഉള്ള നമ്മുടെ കയ്യിൽ ഈ 2 കളറാണുള്ളത്. അതിൽ റെഡാണ് കൂടുതൽ പ്രാവശ്യം ഉണ്ടാകുന്നതും കൂടുതൽ ദിവസം നിൽക്കുന്നത് റെഡാണ് കേട്ടോ. യെല്ലോ കുറച്ച് ദിവസം നിന്നിട്ട് അതങ്ങ് പെട്ടെന്ന് പോകും. എന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ നിൽക്കുന്നത് കാണാൻ വേണ്ടി. 10 മണിയിലൊക്കെ നിറയെ പൂവൊക്കെ ആയിട്ടുണ്ട്. നമ്മളിവിടെ മാറ്റി വെച്ചതിലുമൊക്കെ നിറയെ കുറേ തണ്ടുകളൂടെയൊക്കെ അധികം വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയും കുറച്ച് പൂവൊക്കെ ആയിട്ടുണ്ട്. കോളിസ് പ്ലാന്റ് ഇത് വെട്ടും തോറും നല്ല മഴയൊക്കെ കിട്ടുന്നതുകൊണ്ട് വെട്ടും തോറും അത് പിന്നെയും ബുഷിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പം അടുത്ത കട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ടോ, കുറേ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇലയാണ് കേട്ടോ ഈ കോളിസ് ചെടിക്ക്. ഇതിൽ നിന്ന് ഞാൻ മുറിച്ച് മാറ്റിയില്ല, ഇനി മാറ്റണം. അങ്ങനെ രാവിലെ ആയപ്പോൾ നമ്മുടെ ചട്ടിയിലെ ചെടിയൊക്കെ നല്ല സെറ്റായിട്ട് നിൽപ്പുണ്ട്. ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് വളർന്നിട്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് ബാക്കി ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലത്തെ നമ്മുടെ ഒരു തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞ് അടുക്കളയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങി ചെടികൾക്കിടയിലുള്ള പുല്ലൊക്കെ പറിച്ച് കളയുമോ അത് കട്ട് ചെയ്ത് വിടുമോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള കാര്യമല്ലേ. ഇത് നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടായിരുന്നല്ലോ. അഗ്ലോണിമ ചെടി 2 കളറ് വെച്ച് ഒരു ചട്ടിയിൽ വെച്ചതും ഇതിനൊക്കെ ഒന്ന് പുല്ലൊക്കെ പറിച്ച് മാറ്റിയതും പ്രൂണിങ് ചെയ്ത് വിട്ടതൊക്കെ കണ്ടായിരുന്നല്ലോ, ചെത്തിയുടെയൊക്കെ. അപ്പോൾ അതിൽ മുട്ടൊക്കെ വലിപ്പം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യാനുള്ളത് കോളിസ് പ്ലാന്റൊക്കെ ഇങ്ങനെ ബുഷിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പുതിയ നാമ്പ് വരുമ്പോൾ അതിങ്ങനെ കളയും തോറും അതിൽ നിന്ന് 2 ബ്രാഞ്ചസ് വെച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, തളിരില ഇങ്ങനെ കട്ട് ചെയ്ത് വിടുമ്പോൾ. അപ്പം ആ 2 ബ്രാഞ്ചസ് ആയി കഴിഞ്ഞപ്പം അതിൽ വീണ്ടും ഇങ്ങനെ കുഞ്ഞു ഇലകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും കട്ട് ചെയ്ത് വിടണം. ഇടയ്ക്കിടയ്ക്ക് ഒരു 1-2 ആഴ്ചയൊക്കെ കൂടി നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. അത് കണ്ടോ, കട്ട് ചെയ്തെടുത്തുനിന്ന് 2 ബ്രാഞ്ചായി. അപ്പോൾ അതിൽ പിന്നെ കുഞ്ഞി ഇല വരുന്നത് നമ്മൾ കട്ട് ചെയ്യുമ്പം അവിടെ നിന്ന് പിന്നെ 2 സൈഡിലേക്ക് ഓരോ ഇങ്ങനെ ബ്രാഞ്ചസ് ആകും. അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും വരുമ്പോഴത്തേനാണ് നമുക്കിത് ബുഷിയായിട്ട് നിർത്താൻ പറ്റുന്നത്. പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. അതിന് മുമ്പ് അങ്ങനെ പ്രത്യേക കെയറിങ് ഒന്നും കൊടുക്കുകയില്ലായിരുന്നു. നമ്മൾ ചെടി വെച്ച് കഴിഞ്ഞ് അതങ്ങനെ നേരെ തന്നെ അങ്ങനെ പോകും കേട്ടോ. പ്രത്യേക ഇങ്ങനെ ശാഖകളൊന്നും വരത്തൊന്നുമില്ല. പിന്നെ ഫ്ലവർ വരും ഇതിൽ. അത് നുള്ളിക്കളയണമെന്നൊക്കെ ഒത്തിരി വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണ് മനസ്സിലായത്. ഇത് ആ ചട്ടിയിൽ പുല്ലൊക്കെ പറിച്ച് കഴിഞ്ഞപ്പോൾ അതിലൊരു തുളസി നിന്ന് അത് ഞാനങ്ങ് മാറ്റി വെച്ചു. അതിൻ്റെ നാമ്പൊക്കെ ഇങ്ങനെ കളഞ്ഞ് അതിനെ ഒന്ന് സെറ്റാക്കി ബുഷിയാക്കി എടുക്കണം. ഇത് നമ്മളൊന്ന് വീട്ടിലേക്ക് പോയപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങി കൂടെ പ്ലം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സീഡ് ഞാൻ ഒരെണ്ണം മാറ്റി വെച്ചതാണ്. നമുക്ക് കൊണ്ടിട്ട് നോക്കാം കിളിർക്കോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇഞ്ചിച്ചെടിയിലെ ഇലയൊക്കെ ഇങ്ങനെ വലുതായിട്ടുണ്ട്. നമ്മൾ ഓരോ വിത്തിട്ട് അത് ഒരു വലിയ ചെടിയായിട്ട് അതിൽ നിന്ന് നമുക്ക് കായൊക്കെ കിട്ടുമ്പോഴത്തേന് പിന്നെ നമുക്ക് കൂടുതൽ ചെയ്യാൻ തോന്നുമല്ലോ. അങ്ങനെയുള്ളൊരു തോന്നലിൽ നിന്നാണ് കേട്ടോ ഇപ്പോൾ ഓരോന്ന് ചെയ്യുന്നത്. ഇഞ്ചി ചെറിയൊരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്, എന്നാലും അതിലാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. പിന്നെ ഇതിൽ നമ്മൾ വെള്ളരിയുടെ വിത്തും പാവലിൻ്റെ വിത്തും ഇട്ട് കണ്ടിട്ട് പാവലാന്ന് തോന്നുന്നു ഇല കണ്ടിട്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മളുടെ ഈ വ്ളോഗ്സൊക്കെ ഇഷ്ടമാകുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.